നഗരസഭയും ബാക്കി എല്ലാ സംവിധാനങ്ങളും സർക്കാർ സംവിധാനങ്ങളെല്ലാം കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇതിന്റെ പിന്നാലെയാണ്. ഏകദേശം 91ഓളം കലാരൂപങ്ങൾ, അത് സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഒക്കെയായി ഉള്ള കലാരൂപങ്ങൾ ഇതിൽ അണിനിരക്കുന്നുണ്ട്. കേരളത്തിന്റെ സംസ്കാരവും പൈതൃകവും ഒക്കെ വിളിച്ചോതുന്ന തരത്തിലുള്ള കലാരൂപങ്ങൾ, നമുക്ക് പുതിയ തലമുറയ്ക്ക് കണ്ട് പരിചയമില്ലാത്ത കലാരൂപങ്ങൾ, പലതരത്തിലുള്ള ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കലാരൂപങ്ങൾ, അങ്ങനെയുള്ള കലാരൂപങ്ങളും പ്ലോട്ടുകളും ഒക്കെ ഈ ഒരു ഘോഷയാത്രയുടെ ഭാഗമായി സർക്കാർ അണിനിരത്തിയിട്ടുണ്ട്. ഏകദേശം 91 കലാരൂപങ്ങളാണ് ഈ സാംസ്കാരിക ഘോഷയാത്രയുടെ ഭാഗമായി അണിനിരക്കുന്നത്. മാത്രമല്ല സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള കലാരൂപങ്ങൾ, പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും അടുത്ത് പരിചിതമുള്ളത് അത് തമിഴ്നാടോ നമുക്ക് തൊട്ടടുത്ത് ഉള്ള കർണാടകയുമായി ബന്ധപ്പെട്ട കലാരൂപങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടൊക്കെ ഉണ്ടാകും. അതിൽ നിന്നും അപ്പുറത്തേക്ക് മധ്യപ്രദേശോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വളരെ പുരാതനമായ കലാരൂപങ്ങളൊക്കെ തന്നെ ഈ ഘോഷയാത്രയുടെ ഭാഗമായി അണിനിരത്തിയിട്ടുണ്ട്. ജ്ഞാനത്വത്തിന് ഏകത്വം എന്ന ഒരു സർക്കാരിന്റെ ഒരു സംവിധാനം അല്ലെങ്കിൽ ആ ഒരു മാതൃക കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഘോഷയാത്രയുടെ ഭാഗമായി ഇത്തരത്തിലുള്ള കലാരൂപങ്ങൾ കൂടി ഇപ്പോൾ അണിനിരത്തിയിട്ടുള്ളത്. എന്തായാലും ഗവർണർ അല്പ സമയത്തിന് മുൻപേ ഫ്ലാഗ് ഓഫ് ചെയ്ത ഈ ഘോഷയാത്ര ഇപ്പോൾ മ്യൂസിയം ജംഗ്ഷന് സമീപത്താണ് എത്തിയിട്ടുള്ളത്. ജനങ്ങളുടെ വളരെ വലിയ ഒരു ഈ കാഴ്ച കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കൂടിയിട്ടുണ്ട് എന്നതാണ്. നേരത്തെ നമുക്ക് ഈ തിരുവനന്തപുരത്തെ പ്രത്യേകിച്ച് ജില്ലാ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സാംസ്കാരിക ഘോഷയാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും തലസ്ഥാനത്ത് സംഘടിപ്പിക്കുന്ന ഘോഷയാത്ര വളരെ പ്രത്യേകതയെ traditional and popular art forms and also various martial arts and tribal forms of dance. 61 art installations participate in the process. അഞ്ജു ജയപ്രകാശ് കൂടി നമുക്കൊപ്പമുണ്ട്. അഞ്ജു, എവിടെ എത്തി? ബിനിൽ, ഘോഷയാത്രയുടെ വരവറിയിച്ചുകൊണ്ട് 51 കലാകാരന്മാർ ശംഖുനാഥം മുഴക്കിയതോടുകൂടിയാണ് ഈ ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ തിരശ്ശീല ആയിട്ടുള്ള ഗംഭീര ഘോഷയാത്രയ്ക്ക് തുടക്കമായത്. പിന്നാലെ തന്നെ നിരവധി പ്ലോട്ടുകൾ ഇതുവഴി ഈ വീതികളിലൂടെ കടന്നുപോയി. ആളുകളൊക്കെ വാഹനങ്ങൾ പൂർവ്വ ഇപ്പോൾ ഈ വീതികൾ മൊത്തം ആളുകൾ കൈയടക്കിയിരിക്കുകയാണ്. നമ്മൾ അറിയുന്നത് പോലെ ഓണം തുടങ്ങി ഇത്ര ദിവസമായിട്ടും വലിയ തരത്തിൽ ഒരു ആഘോഷ തിമിർപ്പിലായിരുന്നു തലസ്ഥാനം ഉൾപ്പെടെ നഗരങ്ങൾ പലതും. അതിന്റെ അവസാന നിമിഷത്തിലേക്കാണ്, ഓണം വാരാഘോഷത്തിന്റെ അവസാന നിമിഷത്തിലേക്കാണ് കിടക്കുന്നത്. തിരശ്ശീലയിലേക്കാണ്. വലിയ തരത്തിലുള്ള ഒരു തിരക്കുണ്ട്. ആളുകളൊക്കെ കൗതുകത്തോടെ എല്ലാ വർഷവും കാഴ്ച കാണാൻ എത്തുന്ന ആളുകളുണ്ട്. ഈ വർഷം പുതുതായി എത്തിയ ആളുകളുണ്ട്. ഈ പോകുന്ന കലാരൂപങ്ങളൊക്കെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 60-ൽ പരം പ്ലോട്ടുകളുണ്ട്, വിവിധ കലാരൂപങ്ങളുണ്ട്. നിറഞ്ഞു കവിഞ്ഞ് വലിയ തരത്തിലുള്ള ഒരു ആഘോഷത്തിന്റെ ദിവസം കൂടിയാണ് ഇന്ന്. അത്തരത്തിലാണ് കടന്നു പോകുന്നത്. എന്തായാലും പ്ലോട്ടുകളൊക്കെ ഓരോ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. നമ്മൾ നേരത്തെ ലഹരിയുടെ പ്ലോട്ട് കണ്ടു, അത് എക്സൈസ് വകുപ്പിന്റേതായിരുന്നു. മാലിന്യ സംസ്കരണം, നവകേരളം, വന്യജീവി സംരക്ഷണം, വിഴിഞ്ഞം തുറമുഖം, അങ്ങനെ നിരവധി വിഷയങ്ങൾ ഊന്നിയിട്ടുള്ള പ്ലോട്ടുകൾ ഈ വീതികളിൽ ഇങ്ങനെ കടന്നു പോവുകയാണ്. അതൊക്കെ ആസ്വദിച്ചും വിവിധ കലാരൂപങ്ങൾ ആസ്വദിച്ചും ഇങ്ങനെ ആളുകൾ ഈ വീതികളിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകളുണ്ട്. ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും ഈ ദൃശ്യങ്ങളൊക്കെ ക്യാമറയിൽ പകർത്താനും അങ്ങനെ നിരവധി കാഴ്ചകൾ നമുക്ക് ഈ വീതികളിലൂടെ കാണാൻ പറ്റും. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ, ആദ്യമായിട്ട് ഈ കാഴ്ച കാണാനെത്തുന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഈ റോഡരികിൽ ഇങ്ങനെ വരിവരിയായിട്ട് നിൽക്കുന്ന കാഴ്ചകൾ, അങ്ങനെ പലതരം കാഴ്ചകളാണ് ഈ തലസ്ഥാന നഗരിയിൽ
മുമ്പിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. പക്ഷെ ദൃശ്യങ്ങളിൽ നിന്ന് അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ബിനിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി തന്നെ നേരത്തെ നമ്മൾ കണ്ടതാണ്. ഗവർണറും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഉൾപ്പെടെയുള്ള VIP ഭവനിന്റെ മുന്നിലുള്ള ദൃശ്യങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാകും. അങ്ങനെ എല്ലാവരും ഒത്തൊരുമയോടെ, ഓണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കൂട്ടായ്മയുടെ ഉത്സവം തന്നെയാണ്. ഇങ്ങനെ ആളുകൾ ഒന്നിച്ച് ഈ വീതികളിൽ ഇങ്ങനെ കാഴ്ചകൾ കണ്ട് ഓണത്തിന്റെ ആ ആഘോഷത്തിമർപ്പ് അതിങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും ആഘോഷം അത് പൊടിപൂരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള വിവിധ കലാരൂപങ്ങളാണ് നമുക്ക് മുമ്പിൽ ഇപ്പോൾ കാണുന്നത്. അതിനൊപ്പം തന്നെ വാദ്യങ്ങളുണ്ട്, ആളുകളുണ്ട്, അങ്ങനെ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകളാണ് ഇതിന് ചുറ്റും ഉള്ളത്. ഇന്നുകൊണ്ട് അവസാനിച്ചല്ലോ എന്ന് തോന്നിപ്പോകും. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ രാത്രിയാണോ പകലാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള വെളിച്ചം അതായിരുന്നു കഴിഞ്ഞ ഉണ്ടായിരുന്നത്. കാരണം വലിയ ലൈറ്റ് ഷോ ഉൾപ്പെടെയുള്ള ഗംഭീരമായിട്ടുള്ള നിരവധി അഞ്ജു, അവിടെ വലിയ ആളുകളുടെ ബാഹുല്യമുള്ളത് മൂലം അഞ്ജു മൈക്കിൽ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാം. പക്ഷേ അഞ്ജുവിന് ടെലിഓഡിയോ മാത്രമേ ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. കാരണം അത്രയും വലിയ ആളുകളാണ്, ഒരുപാട് ആളുകളുണ്ട് അല്ലെ അഞ്ജു?